നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും കൂടെ ചെയ്യും. കഥകൾ പറയുന്ന ചാനലാണിത്. കുട്ടികൾക്കൊക്കെ കഥകൾ വളരെ ഇഷ്ടമല്ലേ. ഇന്നത്തെ കഥ ഞണ്ടിൻ്റെ പ്രതികാരം. എന്താ ഞണ്ടെന്ന് പറയുന്ന ജലത്തിലും കരയിലൊക്കെ ആയിട്ട് കുളത്തിലൊക്കെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഈ ഞണ്ടിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇറുക്കി പിടിക്കുന്ന സ്വഭാവമാണ്. ഞണ്ടുകൾ ഇറുക്കി പിടിക്കുക, അതാണ് ഞണ്ട് ഇറുക്കി പിടിച്ച പോലെ എന്നുള്ളൊരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടെന്ന് നമ്മുടെ ഭാഷയിൽ. അങ്ങനെയുള്ള ഒരു ഉദയഗിരി, അതാണ് ഞണ്ടിൻ്റെ പ്രതികാരം. ഈ ഉദയഗിരി എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് ഒരു ഗ്രാമത്തിലെ കാടുണ്ട്, നല്ല കൊടും കാടുകളൊക്കെ ഉണ്ട്. ആ കാനനത്തിൻ്റെ ഉള്ളിൽ, കാടിൻ്റെ ഉള്ളിൽ മനോഹരമായ നല്ല ശുദ്ധജലമുള്ള തെളിനീരുള്ള ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. പലതരത്തിലുള്ള മത്സ്യങ്ങളാണ് കേട്ടോ. പൂമീനുണ്ട്, അതായത് വാലിൽ ടോർച്ചടിക്കുമ്പോൾ ഉണ്ടാകണ വെളിച്ചം പോലെ മിന്നാമിനിങ്ങിരിക്കാൻ തോന്നും. അതുപോലെ മിന്നിക്കൊണ്ട് നടക്കുന്ന വാലിൽ വെളിച്ചമുള്ള പൂമീനിൻ്റെ കുടുംബം. പിന്നെ പൂളെന്ന് പറയുന്ന ഒരു മത്സ്യം. ആ മത്സ്യത്തിന് എന്താണെന്ന് വെച്ചാൽ തല വലിയ തലയാണ്, മാംസമൊക്കെ കുറവാണ്, പക്ഷേ ഭയങ്കര സ്വാദുള്ള മാംസം കേട്ടോ. അങ്ങനെ പൂളെന്ന് പറയുന്ന മത്സ്യം. പിന്നെ സാധാരണ മറ്റു ജാതി മത്സ്യങ്ങളൊക്കെ ധാരാളമുണ്ട്. ഇതൊന്നും കൂടാതെ കണ്ട ആ തടാകത്തിൽ താമരപ്പൂക്കളുണ്ട്, മനോഹരമായ താമരപ്പൂക്കൾ. ഈ താമരയ്ക്കിടയിൽ ശുദ്ധജലത്തിൽ ഈ മത്സ്യങ്ങളൊക്കെ കിടന്ന് സുഖമായിട്ട് താമസിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു അറ്റ വേനൽക്കാലം വന്നു. ആ വേനൽക്കാലം വന്നപ്പോൾ ഈ വെള്ളമൊക്കെ ഞങ്ങൾ വറ്റാൻ തുടങ്ങി. മത്സ്യങ്ങൾക്കൊക്കെ പരിഭ്രമമായി. അയ്യോ, വെള്ളം ഇപ്പം തന്നെ ചെളിയായി തുടങ്ങി. ഇനിയും വെള്ളം പറ്റുകയാണെന്നുണ്ടെങ്കിൽ സൂര്യഭഗവാൻ ഇങ്ങനെ ഉദിച്ച് വെള്ളം മുഴുവൻ കുടിച്ച് വെച്ചാൽ നമ്മുടെ കാര്യമൊക്കെ കഷ്ടാവില്ലേ, നമ്മളെങ്ങനെ ജീവിക്കാൻ പറ്റും നമുക്കിവിടെ. അതുകൊണ്ട് മത്സ്യങ്ങൾക്ക് ആ തടാകത്തിൽ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. അങ്ങനെ ഇരിക്കെ അതുവഴി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൊക്ക്. ആ കൊക്ക് നോക്കുമ്പോൾ എന്താ, തടാകത്തിലെ വെള്ളം പറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം മത്സ്യങ്ങൾ. അപ്പം അടുത്ത് നിൽക്കുന്ന മരത്തിൽ കയറിയിരുന്നുണ്ട്. കൊക്കിനൊരു സൂത്രം തോന്നി. എന്താണെന്നോ സൂത്രം, ഇവരെന്തെങ്കിലും മത്സ്യങ്ങളെ മുഴുവൻ തിന്നാനായിട്ട് എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിക്കണമല്ലോ. അങ്ങനെ ആ കുളത്തും കരയിൽ തടാകക്കരയിൽ ഇങ്ങനെ ചിന്താമഗ്നനായിട്ട് ഇരുന്നു, ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ മത്സ്യങ്ങൾ ചോദിച്ചു, കൊക്കമ്മാവ എന്ത് കാര്യം ആലോചിക്കണേ, നിങ്ങൾ വല്ലാണ്ട് വിഷമിക്കണ്ടല്ലോ. എനിക്ക് നിങ്ങളെപ്പറ്റി ആലോചിച്ചിട്ടാ മക്കളെ ഇത് വേവലാതിരുന്നു. ഞങ്ങളെപ്പറ്റി ആലോചിച്ചിട്ടോ? നിങ്ങൾക്ക് വരാൻ പോണ ദുരന്തം ഞങ്ങൾക്ക് ഇത് ദുരന്തം വരാൻ പോണേ. നിങ്ങൾക്കറിയാൻ പാടില്ലാണ്ട് അതേ ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ തടാകത്തിലെ വെള്ളമൊക്കെ പറ്റി പോവല്ലേ. ഇങ്ങനെ പോയ ഒരു 10 ദിവസത്തിനകത്ത് വെള്ളം പറ്റി കഴിഞ്ഞാൽ എൻ്റെ മത്സ്യസുന്ദരിമാരെ, മത്സ്യകന്യകമാരെ, നിങ്ങളെങ്ങനെ ഇവിടെ ജീവിക്കും? നിങ്ങളുടെ കാര്യമൊക്കെ കഷ്ടമല്ലേ. അപ്പോൾ എന്താ ചെയ്യുക ഞങ്ങൾ ഞാനിങ്ങനെ പറന്നു നടക്കുമ്പോൾ കാടിൻ്റെ ഉള്ളിൽ വേറെ ധാരാളം ശുദ്ധജലമുള്ള മറ്റൊരു തടാകമുണ്ട്. അവിടേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അയ്യോ, ഞങ്ങളവിടം വരെ എങ്ങനെയാണ് മാറണേ? അതിനിപ്പോൾ എന്താ വഴി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഓരോരുത്തരെയായിട്ട് എൻ്റെ കൊക്കിൽ കൊത്തിക്കൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടുവന്നാക്കാം. അതേ ഇനിയിപ്പോൾ വഴിയുള്ളൂ, അല്ലാണ്ട് എന്ത് വഴി എനിക്ക് പറയാനുള്ളതെന്ന്. അപ്പോൾ പൂമീൻ ഇങ്ങനെ ചാടി വന്നിട്ട് പറഞ്ഞു, കൊക്കമ്മാവാ, സൂത്രമൊക്കെ കയ്യിലിരിക്കട്ടെ. പണ്ടിനാലേ എനിക്കറിയാം നമ്മുടെ ചരിത്രം. മത്സ്യങ്ങളും കൊക്കുകളും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. കൊക്കുകളുടെ പ്രധാന ഭക്ഷണം മത്സ്യങ്ങളെ കൊത്തി തിന്നലല്ലേ. ഞങ്ങളെ ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് കൊത്തി തിന്നാനുള്ള ഒരടവല്ലേ ഇത് എന്ന് പൂമീൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഉടൻ തന്നെ കൊക്കിന് പൂമീനിനെ പഠിച്ച് കുറച്ച് തിന്നാനുള്ള കലി വന്നു. പക്ഷെ മിണ്ടിയില്ല. വേറെ 100 കണക്കിന് മത്സ്യങ്ങൾ വേറെ ഉണ്ട്, അവറ്റ് തിന്നാലോ, പൂമീൻ പോട്ടെ എന്ന് വെച്ചു. എന്നിട്ട് ഉടനെ തന്നെ കൊക്കമ്മാവ് പറഞ്ഞു, ഞാൻ ഓരോരുത്തരായിട്ട് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ പൂളം എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്, നല്ല തടിമാടൻ മത്സ്യമാണ്. പൂളവും പറഞ്ഞു, ആദ്യം എന്നെ കൊണ്ടുപോകുമോ? എന്നെ കൊണ്ടുപോയിട്ട് ആ തടാകമൊക്കെ ഒന്ന് കാണിച്ചു തരുമോ? അതിന് വിരോധമില്ല, നിന്നെ ഞാൻ കൊണ്ടുപോകാം, തടാകമൊക്കെ കാണിച്ചു തരാം, എന്നിട്ട് ഇവിടെ തിരിച്ച് കൊണ്ടുപോക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ എല്ലാ മത്സ്യങ്ങളോടും ചോദിച്ചു. പോളോൻ ചോദിച്ചു, ഞാനൊന്ന് പോയി വരട്ടെ എന്ന് പറഞ്ഞു. ആ ശരി, താങ്കൾ പോയി വരൂ എന്നും പറഞ്ഞു. അങ്ങനെ മറ്റ് മത്സ്യങ്ങളുടെ അനുവാദത്തോടെ പോളോൻ പോയിട്ട് കൊക്ക അങ്ങോട്ട് കൊത്തിയെടുത്തു, പോളോനെ കൊക്കിയെടുത്തു കൊണ്ടുപോയി പറഞ്ഞു. ഇതൊക്കെ ശരിയാ, കാറ്റിൻ്റെ തടുത്ത് നല്ലൊരു തടാകമുണ്ട്, തെളിവെള്ളമുള്ള തടാകം. ഈ പോളോ മത്സ്യത്തിനെ അവിടെ കൊണ്ടുവന്ന് തടാകത്തിൽ അങ്ങോട്ട് വിട്ടു. പോളോ മത്സ്യം അതേ കിടന്നിട്ട് നീന്തി മറഞ്ഞ് ചാടി കളിച്ച് നല്ല സുഖമായിട്ട് വീണ്ടും കരയ്ക്ക് വന്നു. പോക്ക് തിരിച്ച് ഇതിനെ എവിടെയും കൊണ്ടിട്ടു. ഇവിടെ വന്നപ്പോൾ പോളോ മത്സ്യം പറഞ്ഞു, സ്വർഗമാണ് അവിടെ, സ്വർഗം. നമുക്ക് ഇഷ്ടം പോലെ വെള്ളം, നല്ല വെള്ളം. മാത്രമല്ല ഇവിടെ ഒരു തരം താമരയിലുള്ളൂ, അവിടെ 6 തരം താമരയെ വിരിഞ്ഞേക്കണേ. ഇതൊന്നും കൂടാതെ ചെറുപ്രാണികളാണെങ്കിൽ അതിലേറെ ഒരുപാട് ചെറുപ്രാണികളുണ്ട്. നമുക്ക് നല്ല ഭക്ഷണവും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. പോളോ മത്സ്യം ഇങ്ങനെ പറഞ്ഞെങ്കിലും ഭൂമിയും കുടുംബവും മാറി നിന്നു. ഭൂമിയും പറഞ്ഞു, ഇതിനത്ര വിശ്വാസം വരുന്നില്ല. ഈ കൊക്കുകൾ പണ്ടിനാലെ നമ്മുടെ ശത്രുക്കളാണ്, നമ്മളെ കൊന്ന് തിന്നാൻ തന്നെയാണ് ഇവൻ്റെ അളവ്. എന്ത് സൂത്ര പ്രയോഗിച്ചേക്കണേ, പോളോനെ കൊണ്ട് ഈ കുളക കാണിച്ചു എന്ന് പറയണ്ടാവും, നേരാ വരും എന്ന് കരുതി. അങ്ങനെ മത്സ്യങ്ങളൊക്കെ സന്തോഷിച്ചു. ഭൂമിനും കുടുംബവും വരുന്നില്ലെങ്കിൽ വേണ്ട, അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് രക്ഷപ്പെടാണ്ട് പറ്റുമോ? നമുക്കിപ്പോൾ തൽക്കാലം കൊക്കിനെ അങ്ങോട്ട് വിശ്വസിക്കാം. അങ്ങനെ കൊക്കിൻ്റെ കൂടെ ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് കാടിനകത്തുള്ള മറ്റൊരു പുതിയ തടാകത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പം നാളെ ആരെയെ കൊണ്ടുപോകണേ? കൊക്ക് ചോദിച്ചു. നാളെ നിങ്ങളിൽ ആരാണ് എൻ്റെ കൂടെ വരണേ? അപ്പോൾ കൊക്കിനൊരാഗ്രഹമുണ്ട്. ഈ പോളോനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ നല്ല ഭാരമുണ്ട്, നല്ല തടിമാടൻ, ഇവനെ എനിക്ക് എല്ലാവരേക്കാളും മുമ്പേക്ക് തിന്നണം. അതിന് വേണ്ടിയിട്ട് നാളെ പോളോ വന്നു. പോളോന് ധൈര്യമില്ലേ, തടാകമുള്ളതൊക്കെ കണ്ട ആളല്ലേ, പോളോനെ കൊണ്ടുവന്ന ആളെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ശരിയല്ലോ, നീ പോകണം. അങ്ങനെ പിറ്റേ ദിവസം കൊക്കിൻ്റെ കൂടെ പോകാനായിട്ട് പോളോൻ അങ്ങോട്ട് സമ്മതിച്ചു. ഇതാണ് ഈ കഥയുടെ 1-ാം ഭാഗം. 2-ാം ഭാഗം ഞാൻ തുടർന്നിനി പറയും. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്.